ഇത്തിരി വസ്തു ഉണ്ട് താഴെയുള്ളായി പോയാൽ അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോ മുഖത്ത് നോക്കിയാലും ഒരു ചിരിക്കയില്ല മിണ്ടയില്ല. അല്ല, ഭാര്യയും സഹോദരിയുണ്ട്, ഭാര്യയുണ്ട്, സഹോദരിയുണ്ട്, അവരെല്ലാവരും ഉണ്ട്, ഉമ്മയുണ്ട്. ഇവരാരും മനുഷ്യരുടെ സഹകരണമില്ല. കാരണം അവർക്ക് ഈ മറ്റുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടായിരിക്കും അവർ സഹകരിക്കാത്തത്. സഹകരിക്കുമ്പോൾ ഇതൊക്കെ പുറം ലോകം അറിയില്ലേ, അതുകൊണ്ടായിരിക്കും. അപ്പൊ ഈ കുറച്ച് ദിവസം മുമ്പ് ഈ കൊച്ചിന് 2 കൈയും ഒടിഞ്ഞ് ആ അവസ്ഥയിൽ ഈ കുട്ടി അങ്ങ് മുകളിൽ കയറി എന്ന് പറയണെങ്കിൽ റോഡിലോട്ട് കയറി. പിറ്റേന്നായപ്പോ ഈ കുട്ടിയെ കാണാനില്ല. കൊടുക്കാൻ ചോദിച്ചാൽ പറഞ്ഞ് 2 കാലും പൊള്ളി ചൂടുവെള്ളം വീഴുന്നതെന്ന്. കാരണം ഇവൻ തന്നെയാണ് ഈ കുട്ടിയെ 2 കാലും പൊള്ളിച്ച് നടക്കാൻ വയ്യാത്ത അവസ്ഥയാക്കിയെന്നാണ് പിന്നെയുള്ള അറിവ്. നമുക്ക് ഇതൊന്നും അറിയാം. കാരണം വെച്ചാൽ നമുക്കറിയാം, നമുക്ക് ഈ വീടുമായിട്ട് യാതൊരു ബന്ധമില്ല ആർക്കും. ഇവരാരെയും അങ്ങോട്ട് അടുപ്പിക്കില്ല. നമ്മളുടെ ഇപ്പം ഇങ്ങോട്ട് സഹകരിച്ചാൽ പ്രത്യേകിച്ച് വാടകയ്ക്കൊന്നും താമസിക്കുന്ന ആളുകളാണ്. അപ്പം നമ്മളുമായിട്ട് എന്തെങ്കിലും സഹകരിക്കുകയും മിണ്ടേ ചെയ്താലും നമ്മൾ അങ്ങോട്ടും തിരിച്ചും മിണ്ടും. അവർ വലിയ ഗമേ റോഡിൽ കയറിയുമ്പോൾ നമ്മൾ ചോദിച്ചാൽ മറുപടി വരും. അങ്ങനെ പിന്നെ നമ്മളും ആരും മൈൻഡ് ചെയ്യില്ല. വാടകയ്ക്ക് വന്ന് അവർ ഒറ്റപ്പെട്ട് തന്നെയാണ് അവിടുത്തെ ജീവിതവും. പിന്നെ ബാക്കി ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. എന്തായാലും ഈ നമ്മളിതുപോലെ വൈകിട്ട് വിടുന്നപ്പോൾ ഒരു ആംബുലൻസ് സൈറനിട്ട് പോണയോ ഇത് ഇവിടെ എന്നും പറഞ്ഞ് ഞങ്ങൾ ഓടി അവിടെ ചെല്ലുമ്പോൾ ആംബുലൻസ് ഈ നടയിൽ നിർത്തുന്നു. ഉടൻ തന്നെ ഇവൻ തന്ത ഈ കുട്ടിയെടുത്ത് തോളിയിട്ടുണ്ട് കയറി വരുന്ന ഒരു ജട്ടി പോലും അതിൻ്റെ ദേഹത്തില്ല. ഇല്ല, അതെടുത്തും കൊണ്ട് ഓടി വന്ന് ഈ ആംബുലൻസിൽ കയറി ഇവരങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ സംഭവം നമുക്കറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അറിയണം ആ കുട്ടി മരിച്ചു. ഇത്രയും മാത്രമേ നമുക്കറിയൂ. ഇവരെല്ലാരും കൂടെ ഒക്കെ വന്ന് വീടൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ പോയെന്ന് പറയുന്നു. നമുക്കതൊന്നും അറിയാം. രാത്രി പോയി വീടൊക്കെ ജോലി ഡ്രൈവ് കാണുമ്പോ എങ്ങനെയാണ്? നമുക്കൊന്നും മുഖം തരൂല്ല അവൻ. അവിടെ കയറും, അവിടെ കയറിയിട്ട് ഒരു ബൈക്ക് എടുക്കും, അങ്ങ് പോവും. ഹെൽമെറ്റും വെച്ച് അങ്ങോട്ട് പോയാൽ പിന്നെ നമുക്കൊരു വ്യക്തത കിട്ടൂലല്ലോ. അങ്ങനെയുള്ളൂ. ഒരു മനുഷ്യൻ നമ്മളായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഒരു മനുഷ്യന്മാരെ പെരുമാറ്റമല്ല. അല്ല, മനുഷ്യര് അതാണ് സത്യം എന്ന് പറഞ്ഞാൽ മനുഷ്യര് പെരുമാറ്റമല്ല. ഇപ്പം വാടകയ്ക്ക് വന്ന് താമസിച്ചാലും നമ്മൾ എപ്പോൾ കണ്ടാലും നമ്മൾ എന്താണ് ഏതാണെന്ന് ചോദിക്കുമ്പോഴേ മനുഷ്യരുമായിട്ട് സഹകരിക്കും. ഇത് വൈകിട്ട് വണ്ടിയിൽ വരും, അവിടെ വന്ന് ഹെൽമെറ്റോടെ തന്നെ ഇറങ്ങി അങ്ങ് വീട്ടിൽ പോകും. അപ്പം പിന്നെ നമുക്ക് ആളിൻ്റെ മുഖം കാണാനോ മിണ്ടാനോ പറ്റൂലേ. നേരം വെളുപ്പാങ്കാലാകുമ്പോൾ അവൻ കയറി വന്ന് അവൻ്റെ പാടുമൊക്കെ അങ്ങ് പോകും. ഇത് തന്നെയാണ് പോക്ക്. അപ്പം നമുക്ക് ഇവരുമായിട്ട് അവൾ റോഡിലൊക്കെ കയറി മീനിനൊക്കെ നിൽക്കണ കാണാം. പക്ഷെ നമ്മളെ എന്നും മുഖത്ത് നോക്കിയല്ല മിണ്ടയില്ല. അതുകൊണ്ട് പിന്നെ നമ്മളും അങ്ങോട്ട് സഹകരിക്കാൻ പോവില്ല. പോണേം വരണതും കാണാം, അല്ലാതെ ഒന്നും നമുക്ക് അറിയാൻ നോക്കില്ല. കാരണം കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. കാണുമ്പോ എങ്ങനെയായിരുന്നു? ആള് ഒരു പാവം പോലെയാണോ? ആള് അറിയാൻ നോക്കില്ല. അവൻ്റെ സ്വഭാവം അവൻ നമുക്ക് അറിയാൻ നോക്കില്ല. തീരെ പാവമൊന്നല്ല ആള് എൻ്റെ ബൈക്കിൽ എങ്ങനെ പറന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ വരും, അങ്ങ് പോകും, ഇറങ്ങി അങ്ങ് പോണ കാണാം. പിന്നെ ഞാൻ അങ്ങോട്ട് കൊച്ചു കടന്ന് വിളിക്കുമായിരുന്നു. ഞാൻ അതുമായിട്ട് താഴോട്ടൊക്കെ പോകുമ്പോൾ അപ്പോൾ പപ്പാന്ന് പറഞ്ഞ് കൊച്ചു കടന്ന് വിളിക്കുകയൊക്കെ ചെയ്യും. ഇത് നമുക്കറിയാമല്ലോ. അന്നെ ഇവരുമായിട്ട് ഒരു ബന്ധമല്ല. ആ വീടുമായിട്ട് ഒരു അനക്കമില്ല. അവർക്ക് എപ്പോഴും കഥ ഉടച്ചിട്ടാണ് പോകും. കഥ സംസാരിക്കില്ല, ആരുമായിട്ട് സംസാരം ഒന്നുമില്ല, ഒരു സംസാരവും ഇല്ല. അത് സംസാരിക്കാനില്ല, ഒന്നുമില്ല. നമ്മൾ പിന്നെ പോകുമ്പോൾ കൊച്ചു അവിടെ നിൽക്കണമെങ്കിൽ കൊച്ചിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കും, അത് കടന്ന് വിളിക്കുകയും അപ്പോൾ ആരുടെ മിണ്ടില്ല. പെണ്ണ് ചിലപ്പോൾ ഒക്കെ ഇവിടെ കയറി വരും മീൻ വാങ്ങിക്കാനായിട്ട്. ആരുടെ മിണ്ടുക. പിന്നെ അവൻ്റെ മൂത്ത ഭാര്യയുണ്ട്, അവൾ അവിടെ ഒരു കടയിൽ നിൽക്കുകയായിരുന്നു. സഹോദരി ഇത് വഴി പോയും വരും ചെയ്യും. പിന്നെ അവളും അങ്ങനെ ആരുടെയും മിണ്ടൊക്കെ ഒന്നുമില്ല. അവളും മിണ്ടില്ല, നമ്മളും മിണ്ടാൻ പോകുന്നുണ്ട്. ഒരു ബന്ധമില്ല ഇവിടെ വന്നിട്ട്. എന്താ ജോലി? എന്താണ് എന്ന് പറഞ്ഞോളാം. ജോലിയൊന്നും അറിഞ്ഞോ. വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകണം. ഒരു സംഭവം കൊണ്ടുവരും, ഇവിടെ കൊണ്ടുവിടും, ഒരു ബൈക്ക് എടുത്തുകൊണ്ട് പോകണമാണ്. പോകാൻ വരും ചെയ്തു മാത്രമേ നമുക്കറിയാവൂ. കുഞ്ഞിനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ എടുത്തിട്ടുണ്ട്. കുഞ്ഞിൻ്റെ നമ്മളെടുക്കുന്നില്ല. കുഞ്ഞിനെ അങ്ങോട്ട് പോയിട്ടില്ല. ആ വീട്ടിൽ അതുവഴി ഇറങ്ങി പോകും. നട വഴി അങ്ങോട്ട് ഞാൻ വിളയെ പോകും. എനിക്ക് താഴെ വിളയുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഈ കൊച്ചവിടെ നിന്നുകൊണ്ട് വിളിക്കും. അപ്പോൾ പറഞ്ഞ് വിളിക്കും. അത് മാത്രം, അത്ര തന്നെ. വേറെ ഒന്നും സംസാരിക്കില്ല. പിന്നെ വേറെ 2 പിള്ളേരുണ്ട്. അത് ഇവരൊക്കെ എല്ലാം അറിയാം സംഭവങ്ങൾ. ഇനി അവൻ്റെ സഹോദരങ്ങൾക്കും അവൻ്റെ ഉമ്മയ്ക്കും ഒക്കെ അറിയാം.
ഇനി കൊച്ചു പിള്ളേർ രണ്ടുപേരുണ്ട്. ആ അവർക്ക് നമുക്കും അറിയാതില്ല. അവരെന്നെ പിടിച്ചോണ്ട് കൊച്ചിനെ പിടിച്ചോണ്ട് കാട്ടിലാണ് നടക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ അവർ ടെറസിന്റെ അവിടെയൊക്കെ കയറ്റി നിർത്തിയിട്ടുണ്ടെന്ന് പറയണ ഈ മൂത്ത പിള്ളേർ. ഈ കൊച്ചിനെ പിടിച്ചുകൊണ്ട് നമ്മളിവിടെ ഇരുന്നപ്പം ഒരു 4 മണിയാവും, ഒരു ആംബുലൻസ് വരണം. അത് ഇവിടെ ഇരിക്കുകയാണ് നമ്മൾ. ഇവിടെ നിന്ന് ചാടി വീണ് നമ്മൾ അവിടെ ഇറങ്ങുമ്പം വണ്ടി അവിടെ കൊണ്ടുവന്നിട്ട് തിരിച്ച് ഈ കൊച്ചിനെ എടുത്തിട്ട് കൊണ്ട് അവൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല, എടുത്തിട്ടുകൊണ്ട് പോകണം. അത് മാത്രം അറിയാം. കൊടുക്കാൻ അറിയണം മരിച്ചത്. യഥാർത്ഥത്തിൽ മരിച്ചാണ് കൊണ്ടുപോയത്. എങ്ങനെ സംഭവിച്ചറിഞ്ഞോടെ ഇവിടെ അത് തന്നെ എടുത്തിട്ടുണ്ട് പോണത് നമ്മൾ കണ്ടു. ഇവിടെ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് അഷ്കറല്ല, അഷ്കറിൻ്റെ സഹോദരിയാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൂടി ഇവിടെ വന്നു. അത് കഴിഞ്ഞൊരു പെങ്കൊച്ചും കുട്ടിയുമായിട്ട് വന്നു. ഇപ്പോൾ ഒരു 3-4 മാസം ആവേ ഉള്ളൂ. അതിനിടയ്ക്കാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അദ്ദേഹം ഇത്ര അടുത്തായിട്ട് പോലും ആരുമായിട്ടുള്ള ഒരു സഹകരണ മനോഭാവം ഉള്ളവരല്ല. ഈ വന്ന പെൺകുട്ടിയും അതേ അവസ്ഥയിലാണ്. ഫാമിലിയും അഷ്കറും ഫാമിലി കുറച്ചെങ്കിലും ആ സഹോദരിയും മക്കളും ഒക്കെ കുറച്ച് സഹകരണമുണ്ട്. സഹകരണം എന്ന് പറയുമ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള തിരിഞ്ഞു നോക്കാനെങ്കിലുള്ള മനസ്സുള്ളവരാണ്. തൊട്ടടുത്താണ് ഇതാണ് വീട്, തൊട്ടടുത്താണ് താമസിക്കുന്നത്. എൻ്റെ അനിയത്തിയുടെ വീടാണ്. അപ്പോൾ അവര് നല്ല രീതി എന്താണ് അവരുടെ അവസ്ഥയെന്നൊന്നും നമുക്കറിയാതെയാണ് വീട് കൊടുത്തതും. ഇപ്പോൾ ഒരു 5-6 മാസം കൊണ്ടുള്ള കാര്യം മാത്രമേ നമുക്കറിയാവൂ. അവരിവിടെ വന്ന് താമസിക്കുന്നു, അത്രയേ ഉള്ളൂ. താമസിച്ചിട്ട് അവര് നമ്മളോട് എന്തെങ്കിലും സഹകരണം ഉണ്ടെങ്കിലല്ലേ ആ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്കറിയാവൂ. പിന്നെ ആ വീട്ടില് കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന സമയത്തൊന്നും കുഞ്ഞു മോനായതുകൊണ്ട് ഒച്ചയോ ബഹളോ ഒന്നും നമുക്ക് കേൾക്കാൻ കഴിയില്ല. 1.5 വയസ്സായ ഒരു കുട്ടിയുടെ ശബ്ദം എത്രത്തോളം വരും? വളരെ കുറച്ച് മാത്രമേ സൗണ്ട് ഉണ്ടാവൂ. അതും അവര് ക്ലോസിംഗ് ആണ്, വീടൊക്കെ ഏത് സമയം ക്ലോസിംഗ് ആണ്. തീരെ സംസാരിക്കാത്ത ആളാണ്. ആരാണ്? അഷ്കർ. ഒന്നും സംസാരിക്കാത്ത, നമ്മളോടൊന്നും ഒരു എന്തെന്ന് പോലും ഈ വീട്ടിൽ വന്നിട്ട് ഒരു കാര്യത്തിനും ഒന്നും സംസാരിച്ചിട്ടില്ല. ഈ വഴിയെ കടന്നു പോവുക, തിരിച്ചിറങ്ങി പോവുക, അത്ര മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഒരു പെൺകുട്ടി വന്നത്. ഈ കുഞ്ഞിൻ്റെ കൈയൊക്കെ പൊട്ടിയിരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ റിപ്ലൈ പോലും തന്നില്ല. അതിനുശേഷം ബാക്കിയുള്ളവരോട് ചോദിച്ചപ്പോഴാണ് സൈക്കിളിൽ നിന്ന് വീണു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അതിന് പിന്നിൽ എന്തുണ്ടാവും നമുക്ക് അറിഞ്ഞൂടാ. ഈ ഒരു അന്ന് സംഭവ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാനിപ്പോൾ സ്കൂളിൽ പോയിട്ട് ഇവിടെ വന്ന് കയറിയ സമയത്താണ് ഒരു ആംബുലൻസ് വരുന്നു. ആ സൗണ്ട് കേട്ടുകൊണ്ട് പുറത്തിറങ്ങുന്നു, ഇതുവഴി കൊണ്ടോടിപ്പോകുന്നു. അപ്പോൾ സാധാരണ ഒരു ആക്സിഡൻ്റ് ആണെങ്കിൽ പരിസരത്ത് നമ്മുടെ ഒരു പാരൻ്റ്, രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ അവർക്ക് അത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഒരു സാധാരണ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ ഒരു അച്ഛൻ അമ്മ എന്നുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്തായിരിക്കും? ആ ഒരു ഫീലിംഗ് ഒന്നും ഈ കൊണ്ടുപോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ടില്ല. ഓടി ഇവിടെ വച്ചേ കാണുന്നുള്ളൂ. ഇവിടെ നിന്ന് നേരെ വണ്ടിയിൽ കയറുന്നു, പോകുന്നു. പിന്നീടാണ് അറിയുന്നത് കൊലപാതകമൊന്നും, കൊച്ചിന് ഇത്രത്തോളം മുറിവുകളുണ്ടെന്നും ഒക്കെ അറിയുന്നത് ഈ മരണശേഷം. അല്ലാതെ ഒരു തരം നമുക്കറിയാം. വാർത്തകൾ കേട്ടപ്പോഴാണ് ഈ സംഭവങ്ങളെ കുറിച്ച് ഇത്രയും ക്രൂരമായ ഒരു മർദ്ദനങ്ങൾ നടത്തിയെന്നും ഇനി അദ്ദേഹത്തെ ഒരു കാരണവശാലും ഈ കുഞ്ഞിന് എന്തൊക്കെ ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് അദ്ദേഹത്തിന് നൽകണമെന്ന്, അദ്ദേഹത്തിന് മാത്രമല്ല ആ അമ്മയ്ക്കും അതിനുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ. അതൊരിക്കലും അവനെ പുറത്ത് വിടരുത്, അവനെയും അവളെയും. മുൻതൂക്കം നിന്ന ഒരു അമ്മ അറിയാതെ എന്തായാലും അമ്മ കൂടെ അതിൽ വാർത്തകളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു അമ്മ അറിയാതെ എന്തായാലും ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നിട്ടുള്ളത് അമ്മയാണ്. അമ്മയ്ക്ക് കൊടുക്കുക ശിക്ഷ. കുഞ്ഞ് കയറി വരുന്ന സമയത്ത് 1-2 ദിവസം അമ്മ 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 എന്ന് വിളിച്ചുകൊണ്ട് ആ കുഞ്ഞ് ഇങ്ങോട്ട് കയറിയൊക്കെ വന്നിട്ടുണ്ട്, കുഞ്ഞാണെങ്കിൽ പോലും. അപ്പോൾ അതവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ കുഞ്ഞ് വന്നേന്നുള്ളവരറിയില്ല. അപ്പോൾ വിളിച്ച് പറഞ്ഞപ്പോൾ മോന് വന്ന് എടുത്തോണ്ട് പോയി. ഒരു പട്ടി എന്തെങ്കിലും വന്ന് തട്ടിക്കഴിഞ്ഞാൽ മോനൊരുണ്ടങ്ങ് പോവില്ല, ഇച്ചിരി തേരിയൊക്കെ ഇല്ലേ. എന്താണ് അപ്പം നമുക്ക് ഇത്രത്തോളം ചിന്തിക്കാനൊന്നും കഴിഞ്ഞില്ല.
അടുത്താണ് താമസിച്ചിരുന്നെങ്കിൽ പോലും സൗണ്ട് പോലും കേട്ടിരുന്നു. സൗണ്ട് പോലും കേൾക്കാനുള്ള ഒരു ചാൻസ് അവർ വരുത്തിയിട്ടില്ല. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ അവർ പറയുന്നുണ്ടല്ലോ. കുഞ്ഞിൻ്റെ വായ്ക്കകത്ത് തുണിയൊക്കെ വെച്ചാണ് അവർ ഉപദ്രവിക്കുന്നതെന്ന് പറയുന്നതുകൊണ്ട് സൗണ്ട് കേട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് നമ്മുടേതായ കാര്യങ്ങൾ രാവിലെയും ഒക്കെ നോക്കുന്നു, നമ്മളങ്ങ് പോകുന്നു. അപ്പോൾ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഇത്രയും ഗുരുതരമായൊരു കാരണം, അത് മാത്രമല്ല നമ്മൾ വീട് വാടകയ്ക്ക് കൊടുക്കുകയും അനിയത്തിയുടെ വീടാണ്, കൊടുക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇതിൽ യാതൊരു അറിവും നമുക്ക് കിട്ടിയിരുന്നില്ല. അത്രയേ ഉള്ളൂ. അയൽവാസിയാണ് തന്നെങ്കിൽ അഷ്കറിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ഇവ നമ്മളെ മുഖത്ത് നോക്കിയിട്ടുമില്ല, നമ്മളുടെ മിണ്ടിയിട്ടുമില്ല. അവളെ കൂടെ എന്തെങ്കിലും ചോദിച്ച് മറുപടി പറയും, അതേ ഉള്ളൂ. പിന്നെ കുഞ്ഞാണെങ്കിൽ പിന്നെ അമ്മ എന്ന് പറഞ്ഞിട്ട് വിളിക്കുവേ. അപ്പോഴും എനിക്ക് ആ പ്രായത്തിലൊരു കൊച്ചുണ്ട്, എൻ്റെ ഇളയ മോൻ്റെ കൊച്ച്, 1 വയസ്സ് 7 മാസമായി. ഇതുപോലെ തന്നെ, അതിത്തിരി വെളുപ്പം ഇതിത്തിരി കറുപ്പന്നേ ഉള്ളൂ, ഇതുപോലെ തന്നെ. അതുകൊണ്ട് ആ കുട്ടിയുടെ എനിക്ക് ഭയങ്കര കൂറാണ്. അതിവിടെ എല്ലാം മട്ടിയൂർക്കാവിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ കൊച്ചിനെ കാണുമ്പോഴത്തേക്കും എനിക്ക് അവൻ്റെ ഓർമ്മ വരും. അങ്ങനെയാണ് ഞാൻ ഈ കൊച്ചിൻ്റെ മിണ്ടാൻ പോണത്. അങ്ങനെ ആ സ്നേഹം കൊടുത്തപ്പോഴത്തേക്ക് ആ കൊച്ചിങ്ങി കയറി വരും. കതവ് തട്ടി പോയാൽ 1 വയസ്സും 7 മാസമായ ഞാൻ എൻ്റെ കൂടെയുള്ള സ്നേഹം കൊണ്ട് ഈ കതവ് തള്ളുകയാണ്. കൊട്ടുമ്പോൾ ഞാൻ ഇല്ലായിരുന്നു. എന്നെ കാത്തൊരു ദിവസം ഇവിടെ വന്നപ്പോഴത്തേക്ക് അവർ തുറന്നു കൊടുത്ത്, ഇവിടെ ഉള്ളവർ തുറന്നു കൊടുത്ത് അങ്ങ് അടുക്കളയിൽ കയറി വന്ന്. അതിനിടയ്ക്ക് അവിടെ നിന്ന് താഴെ നിന്ന് ആൾ വന്ന് എടുത്തുകൊണ്ടും പോയി. ആ അവിടെ 2 പിള്ളേരുണ്ട്. ആ കൊച്ചുങ്ങളുടെ തട്ടേ മുട്ടയൊക്കെ ചെയ്തിട്ട് അടിച്ചില്ലാതായിട്ട് എടുത്തുകൊണ്ട് പോയി. കയറി വന്ന കയ്യോ 2 ദിവസം കയറി വന്നു. ഒരു ദിവസം ഇവിടെയൊക്കെ നിന്നിട്ട് അങ്ങ് പോയി. ഈ കൊച്ചിനെ കാണാൻ ഒരു ദിവസം ഞാൻ ഇറങ്ങിപ്പോയി. അവർക്ക് ഈ ആളി ചെല്ലണേന്ന് ഇഷ്ടമല്ല യവനി ഒട്ടും വീട്ടിലേക്ക്. അങ്ങനെ ഒരു ദിവസം ചെന്നപ്പോഴത്തേക്ക് എൻ്റെ മടിയിൽ കയറിയിരുന്നു, പോവില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്താ പറയാ, അഷ്കറിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഒന്നും അറിഞ്ഞൂടാ. സംസാരിച്ചിട്ടുണ്ടോ? നമ്മള് സംസാരിക്കുന്ന മിണ്ടൂല്ല. എന്നാലും അവർ തള്ളേരുടെയൊക്കെ കാണുമ്പോ എങ്ങനെയാണ് തോന്നാറ്? കാണുമ്പോഴത്തേക്ക് ഞാൻ തള്ളേരുടെ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ കേക്ക് നമ്മളൊക്കെ മിണ്ടണോ സംസാരിക്കുന്നവരാണ്. അവരൊക്കെ നമ്മള് സ്വന്തം ഇളയതും മൂത്തതും പോലെയാണ് അവര്. നമ്മളെ അയൽവക്കത്ത് നമ്മളെ അനിയത്തിയുടെ വീടാണ് വാടകയ്ക്ക് കൊടുത്തത്. ഒരു സിറ്റിയിൽ പോയി. അപ്പം അവളുമായിട്ടൊക്കെ ഉള്ള കമ്പനി നമ്മളെ അയൽവക്കമൊക്കെ നമ്മൾ ആരും ഒന്നും പറയില്ല. എല്ലാവരും നല്ല സഹകരണമാണ്. ആൾക്കാരെ ഒരു പനിയായാലും ഒരു കാര്യം ഓരോ ആവശ്യങ്ങൾ വന്നാൽ നാട്ടുകാരാണ് ഇതെല്ലാം. ഒരു ആൾ മരിച്ചാൽ പോലും നമ്മളെ വീട്ടിലുള്ളവരൊന്നും ചെയ്യേണ്ട, നാട്ടുകാരങ്ങ് കൂടി നല്ല സഹകരണമാണ് ഇവിടെ. പിന്നീട് ഇങ്ങനെ ഇവ അവിടെ മാത്രമേ ഉള്ളായിരുന്നു അന്ന്. ഇവള് ഡാൻസിന് പിന്നെ തമിഴ്നാട് പോയിരുന്നു. പിന്നെ അങ്ങനെ അമ്മ കൊണ്ട് തലേ ദിവസം എവിടെ നിന്ന കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് പോയ കൊച്ചിനെ തലേ ദിവസം അവൻ കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ അവൻ്റെ തള്ള പറയുമായിരുന്നു ഒരു ദിവസം കേട്ടപ്പോൾ, ഈ കൊച്ചിൻ്റെ കാര്യം കേട്ടാൽ പറഞ്ഞ് അവന് ഈ കൊച്ചിനെ ഇഷ്ടമല്ല, പിള്ളത്തൊട്ടിൽ അമ്മത്തൊട്ടിൽ കൊണ്ടിടാൻ പറഞ്ഞു അവൻ. ഞാൻ പറഞ്ഞ് അപ്പം തള്ളയുണ്ടാ കൊച്ചിൻ്റെ. അപ്പോഴും പറഞ്ഞു, മക്കളെ നീ കൊച്ചിനെ കൊണ്ടുവന്നിടല്ലേ, ഇട്ടാൽ നിനക്ക് അവസാനം ഈ കുട്ടിയെ കാണുള്ളൂ, നീ അമ്മത്തൊട്ടിലൊന്നും അവൻ്റെ വാക്ക് കേട്ടോണ്ടിടല്ലേ, കൊണ്ടിടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളൊന്നും മിണ്ടണില്ല. അവളെ നാക്കൊണ്ടാന്ന് അറിഞ്ഞൂടാ നമുക്ക്, ഇവളൊന്നും പറയണില്ല. അങ്ങനെ ആണ്. പിന്നെ എന്തൊരു സുന്നത്ത് ചെയ്യണമെന്ന് പറഞ്ഞു അവൻ. അവരൊരു ജാതി, അവളൊരു ജാതി. അപ്പോൾ സുന്നത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൾ സമ്മതിക്കൂല. അവന് ചുമ്മയാണ് ഇതൊക്കെ. അവൻ ഉപദ്രവിക്കും. അവക്കറിയാതിരിക്കും. അവനെ ഓരോ ഉപദ്രവം അവക്കറിയാതിരിക്കും. തള്ള എൻ്റെ കൂടെ പറഞ്ഞ് കൊച്ചിന് അവനെ പേടിയാണ്, അവനെ പേടിയാണ്, കൊച്ചിന് അവനെ പേടി, കൊച്ചിന് പേടി, കൊച്ചിനെയും കണ്ടുകൂടാ അവനെയും കണ്ടുകൂടാ. അവന് കൊച്ചിനെയും കണ്ടുകൂടാ, കൊച്ചിന് അവനെയും കണ്ടുകൂടാ. അപ്പോൾ കൊച്ചിന് പേടിയായിരിക്കും. തള്ള പറഞ്ഞ് ഇനി എന്തൊരു ചെയ്യാനാ, എന്തായാലും എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴിഞ്ഞു കുറച്ച് ഒരു നൂല് ജപിച്ച് കെട്ടണം. അവൻ എന്തരാ സുഖമില്ലാത്തത് കൊണ്ടായിരിക്കും. കാണുമ്പോൾ ആള് പാവം പോലെ കണ്ട ഒരു കുഴപ്പമില്ല. കാണാനൊക്കെ നല്ല ആളാണ്. നല്ല തടി, നല്ല ടിപ്ടോപ്പും എപ്പോഴും നല്ല തേച്ച് നല്ല ഇതിലാണ് പോവേം വരെയൊക്കെ ചെയ്യണത്. ഇങ്ങനത്തെ ആളാന്ന് അറിയണ്ടായിരുന്നില്ല. അറിഞ്ഞുകൂടായിരുന്നു. ഇങ്ങനത്തെ സ്വഭാവം ഉള്ള നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. ശരിക്കും ജോലി? അവരാരും മിണ്ടൂല്ല വലുതായിട്ട്. ജോലി എന്തായിരുന്നു? അവന് രണ്ട് വണ്ടിയുണ്ട്, ഡ്രൈവറാണ്, സ്വന്തം വണ്ടി.
വല്ലപ്പോഴും ആഴ്ച ഒരു ദിവസമൊക്കെ തന്നെ ഓട്ടം 1-2 ദിവസം. വലിയ വണ്ടിയാണ്, അതൊക്കെ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയി. പിന്നെ ഒരു വണ്ടി ഉണ്ട് അപ്പുറത്ത് കിടക്കുന്ന വെള്ള വണ്ടി, അവിടെ ഉണ്ടാകുന്നത് ഇപ്പം ആൾ അടിച്ചു പൊളിച്ചിട്ടെന്ന് എന്നെ രാത്രി. ആരും നമ്മൾ കണ്ടില്ല. അയൽവാസിയല്ലേ അസ്കറിന്റെ? അയൽവാസി. എന്താ പറയാനുള്ളത്? ഇത് അസ്കറിനെ കുറിച്ച് എന്താ അറിയാൻ പറ്റുന്നത്? അയാളെ പറ്റി അറിയാൻ നമുക്ക് അയാളെ പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരുന്നുണ്ട്. അവിടെ ഈ വീട് വാടകയ്ക്കെടുത്ത അയാളല്ല, അയാൾ അളിയനാണ് വാടകയ്ക്കെടുത്തത്. അപ്പോൾ ഇയാളൊരു ഇപ്പോൾ ഒരു 2-3-4 മാസമായി ഇവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഈ അഖില എന്ന് പറഞ്ഞ ഒരു പെണ്ണിപ്പോൾ അയാളെ കൂടെ ചൊല്ലി, ആ പെണ്ണിനെ കൊണ്ടാണ് ഇവിടെ വന്നത്. അവൾ ഡാൻസുകാരിയാണെന്ന് പറയണം, നമുക്ക് അതിനെ പറ്റിയുള്ളവരെ അറിഞ്ഞുകൂടാ. അവൾ തമിഴ്നാട്ടിൽ പോയി ഡാൻസ് കളിച്ചിട്ടൊക്കെ വരുമ്പോൾ ഏതാണ്ട് 2-3 ദിവസം കഴിഞ്ഞിങ്ങനെ വരണത്. അപ്പോൾ ഇവിടെ ഇയാൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഇയാളെ സഹോദരി ഒരു പ്രധാനമുണ്ട്, അവർ ഇവിടെ കരിക്കുഴിമുക്കിൽ ഒരു കടയിൽ നിൽക്കുകയാണ്. പിന്നെ ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു, അവർ സ്ഥിരം ഇവിടെ നിൽക്കാറില്ല. എൻ്റെ ഉമ്മയും ഇവരെല്ലാം സ്ഥിരമായിട്ടിവിടെ ഇല്ല. സ്ഥിരമായിട്ടിവിടെ ഉള്ളത് ഈ പുള്ളിയും ഈ കൊച്ചും കൊച്ചും സ്ഥിരമായിട്ടാണ്. കൊച്ചു സ്ഥിരമായിട്ടാണ്, ബാക്കി ആരും ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കില്ല. അപ്പോൾ ആദ്യം ഇവിടെ ആ കൊച്ചു ഇവിടെ വരുമായിരുന്നു, 1.5 വയസ്സേ പ്രായമുള്ളൂ. ഇവിടെ വരുമായിരുന്നു. ഞങ്ങളൊന്ന് കഥയൊക്കെ തുറന്നു കൊടുക്കുമ്പോഴൊന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം കുറച്ച് കഴിയുമ്പോൾ ആ പിള്ളേർ ആരും ഇങ്ങോട്ട് ഇവരുടെ ഈ സഹോദരി 2 പയ്യൻ കൊച്ചു പെൺപിള്ളേരുണ്ട്, ആ പെൺപിള്ളേരൊന്ന് വിളിച്ചങ്ങ് കൊണ്ടുപോകും. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു കൈ ഇങ്ങനെ ഒടിഞ്ഞ് കെട്ടിയിട്ടുണ്ട് അവിടെ ഇങ്ങനെയാണ്. അപ്പം ഞാൻ വിചാരിച്ചത് വിഴുന്നാണ്, നമ്മൾ കണക്കാക്കി. ഒടുവിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2 കൈയും കെട്ടിയിട്ടേക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ വെട്ടിയെന്നുള്ള നമ്മൾ തിരക്കിയപ്പോൾ പിന്നെ അവരിങ്ങോട്ട് ഇവരുമായിട്ട് നമ്മളായിട്ട് ഇങ്ങോട്ട് വിട്ടൊന്നുമില്ല. ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടിയില്ല. ചോദിക്കാൻ ആരും അവരെ ചോദിച്ചാൻ പറ്റില്ല, അവർ ആരും കാണൂലല്ലേ, ഇവൻ മാത്രമേ കാണുള്ളൂ. മുറിക്കകത്തങ്ങ് കയറിപ്പോവും. ഇവൻ എപ്പോഴും ഉണ്ട്, അവൻ 24 മണിക്കൂറുണ്ട്. അവന് ചില ദിവസം വൈകുന്നേരത്ത് വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി രാത്രി ഇവിടെ ഒരു വണ്ടി ഇവിടെ കൊണ്ടൊരു മൂളിപ്പൊക്കെ മൂളിയിട്ട് ഇഞ്ഞ് പോരും. 24 മണിക്കൂർ അവൻ അവിടെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. നമ്മൾ കാണുന്നില്ലേ, മുറിക്കകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഈ വിവരങ്ങളൊന്നും നമ്മൾ അറിയണം ഇപ്പോഴാണ്. കൊച്ചിങ്ങനെ മരിച്ചപ്പോൾ ഉച്ചയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഹാണടിച്ച് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് തന്നെ കൊച്ചിനെ എടുത്തിട്ട് ആംബുലൻസ് കൊണ്ടുപോയില്ല. ഒരു 5 ഒറ്റയ്ക്കായിരിക്കും, നമ്മളെ കണ്ടില്ല, ശബ്ദം മാത്രം നമ്മൾ കേട്ടുള്ളൂ. അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോൾ ആളുകൾ പറഞ്ഞു ഇങ്ങനെ കൊച്ചിന് സുഖമില്ല, ആശുപത്രി കൊണ്ടുപോയിക്കാണെന്ന് പറഞ്ഞു. ഒരു വൈകുന്നേരത്തെ 3 മണിയായപ്പോൾ മരിച്ചതായിട്ട് വരാൻ പറഞ്ഞു. അസ്കറിന് എന്താ ജോലി? അയാൾക്കാ ഇരിക്കാ അസ്കറിന് വേറെ പണിയൊന്നുമില്ല, അവൻ ഡ്രൈവറാണ്. പിന്നെ ഏതോ പള്ളിയിൽ അങ്ങോട്ട് എന്തോ കുക്കിംഗ് ഉണ്ടെന്ന് പറയണം, അത് നമുക്ക് അറിഞ്ഞൂടാ. സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, നമ്മളായിട്ട് സംസാരിക്കില്ല. ആരുമായിട്ട് സംസാരിക്കില്ല, ആരുമായിട്ട് സംസാരിക്കില്ല. നമ്മളെ സംസാരിച്ചാൽ വെളിയാതെ സംസാരിക്കാൻ ആർക്കും അറിഞ്ഞില്ല. നമ്മളായിട്ട് ഒരു സംസാരമില്ല. പക്ഷേ അയാൾ അളിയും നല്ല കാര്യമാണ്, ഇവിടെ വന്നാൽ സംസാരിക്കും, വലിയ ആൾ ഡീസൻ്റാണ്. പക്ഷെ ഇവനാരുമായിട്ടും സംസാരമൊന്നുമില്ല. ആളെ വീട് എവിടെ? ശരിക്കുള്ള വീട് എവിടെ അറിയോ? ഇയാളെ വീട് എവിടെ നിന്ന് പറഞ്ഞാൽ ചാമ്മാമൂടാ. ഇയാളെ വീട് അഞ്ചാങ്കല്ല്, ചുള്ളാളം, പനൂരറിയാം. പനൂരിനടുത്ത് ചുള്ളാളമുണ്ട്, വെള്ളാഞ്ചിറ ചുള്ളാളത്താണ് ഇയാളെ വീട്.